അസ്സലാമലൈക്കും. അങ്ങനെ നോമ്പ് കഴിഞ്ഞ് എത്ര പെട്ടെന്നല്ലേ പെരുന്നാളും എത്തി. അപ്പോൾ ഖത്തറിലെ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ നോമ്പിൻ്റെ നനച്ചോളി കഴിഞ്ഞതിന് ശേഷം ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ഇന്നാട്ടാ പെരുന്നാളിൻ്റെ തലേന്ന്. അപ്പോൾ മൊത്തത്തിൽ കുറേ ഉണ്ടായിരുന്നു. ഇവരെ സ്കൂളിൽ എക്സാം കഴിഞ്ഞ പേപ്പേഴ്സൊക്കെ നമ്മൾ റീസൈക്കിളിൻ്റെ അവർക്ക് കൊടുക്കലാന്നേ. ഇതിപ്പം വേറെ കുറേ അഴുക്കും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം ഒന്ന് ക്ലീനാക്കി. ഇത് ഇവിടെയാടാ വെച്ചേ, ആ സൈഡിൽ കൊണ്ടാക്കണം. അത് നമ്മൾ അഥവാ ഇവാക്യുവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളിലൊക്കെ എടുത്തതാ. ഇത് നടുവിലാക്കി വെക്ക്. ആ എടുക്ക്, കോമ്പെടുക്ക് ഫുള്ള്. ഇതിപ്പോൾ നമ്മൾ റീസൈക്ലിങ്ങിൻ്റെ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവരിനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് വരും, അപ്പോൾ കൊടുക്കാൻ വെച്ചതാ. നമ്മളെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള നോട്ട്സും പേപ്പേഴ്സൊക്കെ. ഇത് നാളെ രാവിലേക്ക് നമ്മളെ നെയ്പ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള ചിക്കൻ ചുക്കയാക്കിയതാ. പള്ളിയിൽ പോകുന്നതിൻ്റെ മുന്നേ തന്നെ കഴിക്കണമല്ലോ. അപ്പോൾ 5:53 നിസ്കാരം. അതിൻ്റെ മുന്നേ മസിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളാരും പോകുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ മക്കളെയൊന്നും കൊണ്ടുപോകാത്ത നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നെയ്പ്പത്തിൻ്റെ അരി പുതിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് കഴുകിയിട്ട് അരച്ച് വെക്കണം. നല്ല നല്ല സെഡ്. സാധാരണ ഞങ്ങൾ ഒന്നിച്ചിട്ടേനും പോവല് പെരുന്നാൾ നിസ്കാരത്തിന്. പക്ഷേ ഇപ്പോൾ സാഹചര്യം മോശമായത് കൊണ്ട് കുട്ടികളൊന്നും അധികം അങ്ങനെ കൊണ്ടുപോകണ്ടെന്ന് ഇങ്ങനെ ഔക്കാഫിൻ്റെ ഇത് വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ ഞാനും പോകണ്ടാന്ന്. ഇപ്പോൾ ഇവര് ഗ്രാൻഡ് മോസ്കിലോ എഡ്യൂക്കേഷൻ സിറ്റിയിലല്ലേ ഞങ്ങൾ പോക്ക് നിസ്കാരത്തിന്. പക്ഷേ ഈ ഒരു സാഹചര്യം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ പോകുന്ന, കുട്ടികളുടെ ഫാമിലിയെ കൂട്ടുന്നില്ല. ഇനി ആ പള്ളിയിലെ കുറച്ച് കാഴ്ചകൾ വേണ്ടി കാണിച്ചു തരാം. ഞാനൊരു സുന്നത്ത് നിസ്കരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാനൊരു മിസ്കോൾ അടിക്കും. കുത്തുബ കഴിഞ്ഞിട്ട് നേരെ സുലൈമാനി റെഡിയാക്കണ കട്ടൻ ചെയ്യാം. ഓക്കെ, ആ ക്ലാസ്സിൽ ഫുള്ളായിരിക്കും. മധുരമാണോ? മധുരം കേട്ടോ, കുറച്ച് മധുരം കേട്ടോ. പിന്നെ അതേപോലെ ഈത്തപ്പഴം പെട്ടി. ആ ഈത്തപ്പഴം അവിടെ ബേക്കറി ഈത്തപ്പഴം പെട്ടി അതിനായിട്ട് വേണം. കാരണം ചെറിയൊരു പൊതു പരിപാടി. ഓക്കെ, ഞാൻ നെയ്പ്പത്തിലാക്കട്ടെ. അടിപൊളി, നല്ല നല്ല രണ്ട് ഫോട്ടോ എടുത്തോ നമ്മുടെ നോക്കട്ടെ. സ്റ്റാൻഡപ്പ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചക്കത്തെ ചോറും പായസമൊക്കെയാണ് ഇനിയിപ്പോൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. തലേ ദിവസം തന്നെ ഞാൻ സവാള കട്ട് ചെയ്യുകയും പിന്നെ ബിരിയാണിക്കുള്ള ഇറച്ചി വേവിച്ചൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം കുക്ക് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ എളുപ്പത്തിൽ വേഗം കഴിയുമല്ലോ. അപ്പം വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. നെയ്പ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി ഇന്നലെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അരച്ച് വെക്കുന്നുണ്ട്. നെയ്പ്പത്തിലിൻ്റെ അരി അവിടെ അരച്ച് മാറ്റി വെച്ചു. നെയ്പ്പത്തിലൊക്കെ നമുക്ക് ചൂടോടെ കഴിക്കേണ്ടതാണല്ലോ. അപ്പോൾ അത് ആ ഒരു ടൈമിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചിട്ട് അരി അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നമ്മൾ പായസമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറേ ആയി സേമിയ പായസം ഉണ്ടാക്കാത്തത്. അപ്പോൾ വിചാരിച്ചു ഇന്ന് സേമിയ പായസം തന്നെ ഉണ്ടാക്കാമെന്ന്. പൊടിച്ച ഏലക്കായൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 5-8 ഏലക്കായ ഇതിലിങ്ങനെ കുത്തിയെടുക്കായിരുന്നേ. എനിക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതാണ് എളുപ്പം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സേമിയ പായസം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ബിരിയാണീൻ്റെ ഒന്നും റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ലേ. ഓൾറെഡി നമ്മൾ കുറേ പല ടൈപ്പ് ബിരിയാണിയുടെ ഫുൾ
വീഡിയോ റെസിപ്പി മാത്രമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുകയാണ്. ആദ്യം നെയ്യിൽ സാധാരണ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നങ്ങ് വഴറ്റിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ സേമിയ ഇട്ടിട്ട് അതൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വലിയൊരു പാക്കറ്റ് റോസ്റ്റ് ചെയ്യാത്തതും ഒരു ചെറിയ പാക്കറ്റ് റോസ്റ്റ് ചെയ്തത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് പെരുന്നാളിന് ആരെങ്കിലും വരുമോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ അപ്പുറത്തൊക്കെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ പാക്കറ്റ് തന്നെയാണ് പൊട്ടിച്ചിട്ടത്. അപ്പോൾ അത് വറുക്കാത്തതായിരുന്നു. അതുകൊണ്ട് സേമിയ നന്നായിട്ട് വറുത്തെടുത്തു. എന്നിട്ട് അതിലേക്ക് ആ ഒരു ബാക്കി വന്നിട്ടുള്ള ഗീയിലോട്ട് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ഏലക്കായും പിന്നെ മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കുമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പിന്നെ പാല് തിളക്കുന്നതിന്റെ മുൻപായിട്ട് തന്നെ ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ റോസ്റ്റ് ചെയ്ത് സേമിയ ഇട്ട് കൊടുക്കണേ. എന്നാലായിരിക്കും ആ ഒരു പാല് തിളക്കുന്നതിനൊപ്പം തന്നെ ഈ ഒരു സേമിയയും വെന്തിട്ട് രണ്ടും കൂടി ബാലൻസ് ആയിട്ട് വരിക. മധുരം നോക്കിയിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറേ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് പോരായിരുന്നു. അപ്പോൾ എക്സ്ട്രാ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പാലൊക്കെ നല്ലോണം തിളച്ച് സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ സേമിയ ഒരുപാട് വെന്ത് പോകാൻ വെക്കരുത്. കാരണം നമുക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വേണം സേമിയ ഉണ്ടാവാൻ. ഇനിയിപ്പം ഏറ്റവും മുകളിലായിട്ട് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ സേമിയ പായസം റെഡി. ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ ജുമ ഉള്ള പള്ളികളിൽ തന്നെയായിരുന്നു പെരുന്നാൾ നിസ്കാരം ഉണ്ടായിരുന്നത്. അല്ലാതെ ഞങ്ങൾ ഗ്രാൻഡ് മോസ്കിലോ എഡ്യൂക്കേഷൻ സിറ്റിയിലൊക്കെയാണ് പോവാറുണ്ടായിരുന്നത് പെരുന്നാൾ നിസ്കാരത്തിന്. ഇതിപ്പം പിന്നെ നമ്മൾ അടുത്ത് തന്നെ പള്ളി ഉണ്ടല്ലോ, അതുകൊണ്ട് തിരക്ക് പിടിച്ച് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അസിബിനെ ഫജറിന് പോയിട്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ സേമിയ പായസം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാനിപ്പോൾ ചൂടോടെ ഒരു 3-4 ഫാമിലിക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് റൂമിൽ ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് ചോദിച്ചതാണ്. പിന്നെ ഞങ്ങൾ പുറത്തൊന്നും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. لا إله إلا الله له الحمد أولا وآخرا ready ചായ അല്ല ചായ എന്ന് പറഞ്ഞില്ല, ചായ അല്ലേ പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. പായസം വിതരണം, അൻസാരി നേതൃത്വത്തിൽ പായസ വിതരണം. ആ അൻസാരിക്ക തന്ന പായസത്തിന്റെ അഭിപ്രായം എന്നാ പറയാ? സൂപ്പറാ. നാട്ടിലെ പോലെ നല്ല അടിപൊളി മഴയാണ് കേട്ടോ. ഇവിടെ നല്ല സൂപ്പർ മഴ. ചോറെല്ലായിട്ട് വന്നു നോക്കുമ്പോൾ പുറത്ത് നല്ല മഴ. നാട്ടിലാണ് ഇങ്ങനെ മഴ, പെരുന്നാളിന് മഴ പറയുന്ന നാട്ടിൽ. ഇവിടെ ഇതാദ്യമായിട്ടാ. എന്താ മഴ നാട്ടിൽ പെയ്യുമ്പോലെയാ പെയ്യുന്നത്. ഓൾറെഡി ഇവിടെ ഈ ഒരു പ്രശ്നം കൊണ്ട് പുറത്ത് പോകാൻ പറ്റില്ല. പിന്നെ മഴയും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. നല്ല രസമുണ്ട്. ഇനിയിപ്പം ജുമയില്ലേ, എൻ്റെ ചെട്ടിപ്പൂവെല്ലാം കരിഞ്ഞു പോയിന്. ആ ഇവാക്വേഷൻ കഴിഞ്ഞതിന് ശേഷം വല്ലപ്പോഴും മാത്രം നനച്ചു കൊടുക്കുകയുള്ളൂ. എല്ലാം പോയിന്. മുളക് നട്ടിനേനും അതും ഇതാ ലീഫെല്ലാം കുരുടിച്ചു പോന്നു. നല്ല മഴ. ഹായ്, എവിടെ നമ്മൾ പോകുന്നേ? തീരുമാനിച്ചിട്ടില്ലല്ലോ. ജമൽ, ഹലോ 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 ഹലോ. വാച്ച് മാഷാല്ലാ. അതെന്നാ പോക്കറ്റില്? What happened?
കാറ്റാടാ, നല്ല കാറ്റാ, നല്ല കാറ്റുണ്ട്. ഇപ്പൊ കുറച്ച് ആൾക്കാരെല്ലാം വരുന്നുണ്ട്. ഞാൻ ജമൽ എന്നാ ചെയ്യുന്നേ? എത്തുന്നില്ലേ? അത് പറിക്കരുതേ. ഇനി പറിച്ചാ വേണ്ടിട്ടല്ലേ ചോദിക്കുന്ന? ഓക്കെ, വെയിറ്റ് 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 വെയിറ്റ്. ജുമയൊക്കെ ആവുമ്പോഴേക്കും മഴയൊക്കെ കഴിഞ്ഞിട്ട് നല്ല വെയിലായിട്ടുണ്ടായിരുന്നത്. രാവിലെ അത്രയും മഴ പെയ്തെന്നുള്ളൊരു ഭാവമില്ലാത്തതുപോലെയാണ് വെയിലുണ്ടായിരുന്നത്. അപ്പോഴേക്കും ചൂടും കൂടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എവിടെ ഓപ്പൺ ആണോ ഒന്നും അറിയില്ലല്ലോ, അപ്പൊ ജസ്റ്റ് ഒന്ന് കാറിൽ ഇറങ്ങിയിട്ട് നോക്കാം, ഏതെങ്കിലും പാർക്കാറ്റോ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അംബ്രല പാർക്കിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വരുന്ന സമയത്ത് കുറച്ച് ആളെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറേ ആള് വരുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം ഈ ഒരു പാർക്കിൽ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്ത സമയത്ത് പോയിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുടെ വീട്ടിലേക്ക് പോവുക ചെയ്തത്. ജമല് കാര്യമായിട്ട് പോയി ഇരുന്നതേനു. യു ക്യാൻ ഗോ സിറ്റ് സിറ്റ്. ഇവിടെ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് അസി എന്ന് പറഞ്ഞാൽ മട്ടൽ മച്ചവട്ടികൾ എന്നാ. അതിൻ്റെ സ്വഭാവം നല്ലതായിരിക്കുമ്പോൾ ഇതിൻ്റെത് മാറ്റമായിരിക്കും. രണ്ടാളെ സ്വഭാവം നന്നാകുമ്പോൾ ഈ ചെറുതിൻ്റെത് മാറ്റമായിരിക്കും. അപ്പൊ അസി പറയാ മട്ടൽ മച്ചവട്ടിയാ പോലെ. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത് മനസ്സിലാവില്ല. എപ്പോഴും ഫോട്ടോ എടുക്കുമ്പോ എടങ്കോലിടുക അതാ ഇവളാ. പക്ഷെ ഇന്നെന്താന്നറിയില്ല, അവള് നല്ല ജമലു. എന്നിട്ട് കുറെ ചോക്ലേറ്റ്, ഐസ്ക്രീം ഇതെല്ലാം ഓഫർ ചെയ്തിട്ടാ ഒരു 2-3 ഫോട്ടോയെങ്കിലും മര്യാദക്ക് നിന്നാണ് ഷൂട്ട് ചെയ്യാ. അപ്പൊ എല്ലാവർക്കും മതിയായി പോവാന്നാറാണ്. ഐസ്ക്രീം ഓഫർ ചെയ്തോണ്ട് ഐസ്ക്രീം വേഗം വാങ്ങിക്കൊടുക്കണം. വാട്ടർ, അത് വാട്ടർ അല്ല, സീയാ. സീ വാട്ടറിൻ്റെ അടുത്ത് പോകണമല്ലോ അവിടെ. അസി ഗ്ലാസ് കാണുന്നില്ല ജനുവിന്റെ. കിട്ടിയാ? അസിങ്ങൾ എടുക്കണ്ട എന്നിട്ടാ. ഓക്കെ കം ലെറ്റ്സ് ഗോ. ചോക്കോബാറിന്റെ പേരും പറഞ്ഞിട്ടാ ഇതുവരെ ഒന്ന് പിടിച്ച് നിപ്പിച്ച. ഇനിയിപ്പോ ചോക്ലേറ്റ് എല്ലാം കൊടുത്ത് ഒപ്പിച്ചിട്ടാ ഒരു 2 ഫോട്ടോ എങ്കിലും കിട്ടിയത്. അപ്പൊ നമ്മള് പോവാ. അപ്പൊ നമ്മള് പെരുന്നാൾ കഴിഞ്ഞല്ല സി, നാട്ടിലാന്നേ കുറെ വീട്ടിലെല്ലാം കയറി ഇറങ്ങി. ഇനിയിപ്പോ എവിടെ നമ്മള് പോവാ? ആളെല്ലാം ഉണ്ട്, അതാ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇനി മതി, നമുക്ക് എവിടെയെങ്കിലും പോവാ. വേറെ ആദ്യമായിട്ട് ഐസ്ക്രീം അങ്ങ് വാങ്ങി കൊടുക്കുക, എന്നാ കുറച്ച് സമാധാനം ഉണ്ടാവും. ആഴ്ച അപ്പുറത്തോട്ട് പോയല്ല. ഓക്കെ, ജമലുടെ മറ്റേ ഡ്രസ് എടുത്തിനാ? ഞാൻ വീണ്ടും സനൂഫിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. വലൈക്കും അസ്സലാം. എന്താ പ്രശ്നം? പാർക്കിൽ നിന്ന് നേരെ പിന്നെ ഇവരുടെ വീട്ടിൽ വന്നിട്ട് കുറേ സമയം ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. രാത്രി 12 മണിക്കാണ് തിരിച്ചു പോയത്. കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അങ്ങനെ നല്ല അടിപൊളി റാവത്തർ ബിരിയാണിയും പായസവും ചിക്കൻ പൊരിച്ചതൊക്കെ കഴിച്ചിട്ട് പെരുന്നാളും അവിടെ കഴിഞ്ഞു.